ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ കിച്ചണിൽ നിൽക്കണ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ എന്തോ ഉണ്ടാക്കാൻ പോവാന്ന്. അപ്പോൾ എന്താ നമുക്ക് കഴിക്കാനുള്ളതൊന്നുമല്ല, ഒരു ഹെയർ കെയർ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് 2 ദിവസം മുന്നേ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു താരം പോകാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ്. അപ്പോൾ താരം പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റണ ഒരു സംഭവമാണ്. താരം മാത്രമല്ല, മുടി വളരാനൊക്കെ ഭയങ്കര ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ താരങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് വേണ്ടത്. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ കുഞ്ഞുള്ളി, ചുവന്നുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ സബോളയിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാനിവിടെ കുപ്പിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. കാരണം ഓൾറെഡി എനിക്ക് ഇത്ര യൂസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയും ഒരുപാട് ഉണ്ടാക്കി വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തൊരു കേടാൻ വേണ്ടി 2-3-4 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ 2 കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ഈ ചുവന്ന തുളസി, ഇതാണ് കേട്ടോ ചുവന്ന തുളസി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇത് ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ, കാട് പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചുവന്ന തുളസി പൊട്ടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹെയറിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. സ്കിന്നിന് നമുക്കറിയാമല്ലോ, ചൊറിച്ചിൽ അങ്ങനെ പോലുള്ള സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ താരം മൂലം നിങ്ങൾക്ക് നല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചുവന്ന തുളസിയും അതുപോലെ തന്നെ നീമില്ലി, നമ്മുടെ ആര്യവേപ്പിൻ്റെ അതിലും കിട്ടുന്നുണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നീടേക്ക് സൗകര്യം കിട്ടുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പൊന്നുട്ടൻ എൻ്റെ അടുത്ത് ഉണർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ പൊന്നൂട്ടൻ്റെ സൗണ്ടൊക്കെ കേൾക്കൂട്ടോ നിങ്ങളിതിൽ. അവൻ കിടന്ന് ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ പൊന്നൂസ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ തുളസിയില കഴുകിയിട്ടു, അതുപോലെ ഉള്ളി ചതച്ചിട്ടു കേട്ടോ. നിങ്ങൾക്കിത് ചുവന്നുള്ളി മാത്രം ചതച്ചിട്ട് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ തലയിൽ നമുക്കിങ്ങനെ നല്ല ഇച്ചിങ്ങുള്ള ആൾക്കാർക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തുളസിയിലും അതുപോലെ നമ്മുടെ ഈ കക്കന വേപ്പിൻ്റെ ഇലയിൽ നീം, ആര്യവേപ്പില എന്നും പറയും, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ നമ്മുടെ തലയിലെ സ്കാൽപ്പിൽ നന്നായി അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങിയിട്ട്, മുടി ഉണങ്ങണം കേട്ടോ, എന്നിട്ടാണ് കെട്ടിവെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മുടി നമുക്കറിയാമല്ലോ, വെള്ളം നനവ് വീഴുന്ന കഴിഞ്ഞാൽ മുടിയിൽ എന്തെങ്കിലുമൊക്കെ വേറെ ഇൻഫെക്ഷൻ വരും. ഉള്ളി തൊലി പൊളിച്ച് തന്ന ആൾ തണ്ണിമത്തം ചോദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തണ്ണിമത്തം മുറിച്ച് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ സംഭവം അവിടെ കിടന്ന് നന്നായി തിളച്ച് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഇതൊക്കെ അതിൽ പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ തണ്ണിമത്തൊരു കഷ്ണം കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൾ വന്ന് അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ തണ്ണിമത്തിന് വേണ്ടിയിട്ട്. എന്താ ചൂട് അല്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ ഇത്ര ചൂടുണ്ട് കേട്ടോ, ഭയങ്കര ചൂടാണ് കേട്ടോ. എൻ്റെ വീട് തൃശ്ശൂരാണേ. അപ്പോൾ പൊന്നൂസ് വന്നിട്ട്, അപ്പോൾ പൊന്നൂസ് ഇനി അതവിടെ പോയിരുന്ന് ഒതുങ്ങി കഴിച്ചോളും. അമ്മാമ്മയ്ക്കും പൊന്നൂസിനും കൂടിയിട്ട് ഞാൻ മുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നൂസ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് കേട്ടോ. ഇന്നലെ ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. തിളച്ച് അതിൻ്റെ മണമൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടി തുടങ്ങി. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. എന്നിട്ട് വല്ല കുപ്പിയിലോ മറ്റോ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എപ്പോഴാണ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണേ അപ്പോൾ നമുക്ക് തലയിൽ എല്ലായിടത്തും സ്കാൽപ്പിൽ നന്നായി അപ്ലൈ ചെയ്തിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം നമുക്ക് കെട്ടി വെക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇത് എന്നും ഇതുപോലെ ഡെയിലി ചെയ്യുമ്പോൾ തല നന്നായി കഴുകി കളയണം കേട്ടോ. തലയിലധികം അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും തല നന്നായി വാഷ് ചെയ്യണേ, അല്ലെങ്കിൽ തരാൻ കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് ചെയ്തൊക്കെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹോം മെയ്ഡ് ടിപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം. ഇതിലൊരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഞാൻ ഇടാറുള്ളത്. അല്ലാണ്ട് പുറത്തുനിന്ന് ഒന്ന് കോപ്പി അടിച്ചിട്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പുറത്തുനിന്ന് കണ്ട സംഭവമാണെങ്കിൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഇടാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ. എന്താ പറയുക, ഇതുപോലെ നന്നായി തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ച് അതിന് സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വയ്ക്കാം. എന്നിട്ട് ഒരു ബോട്ടിലാക്കി വയ്ക്കാം, ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കുറച്ച് യൂസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ആര്യവേപ്പില കിട്ടുന്നുണ്ടെങ്കിൽ, നീമില്ലേ അതിൻ്റെ ഇല കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി ഇടുന്നത് വളരെ ബെസ്റ്റാണ്. കാരണം പേൻശല്യമുള്ളവർക്കും അതുപോലെ തലച്ചൊറിച്ചിലുള്ളവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇവിടെ കിട്ടാനില്ല, പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യമില്ലല്ലോ, അത് കാരണമാണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും